പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഈശോയുടെ നാമത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ നിങ്ങളെ ദൈവം ഈ ധ്യാനചിന്തകളാൽ ഏറ്റവും പരിപൂർണരാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ അദ്ധ്യായം 11 5 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. സ്നേഹം നിറഞ്ഞവരെ, ഈ സുവിശേഷ വചനങ്ങൾ നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ധന്യരായ ഒരുപാട് ആത്മീയ ഗുരുക്കൾ ഇത് നമുക്ക് വിചിന്തനത്തിനായി നൽകുകയും ഒപ്പം നമ്മൾ ധ്യാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ പുതിയ ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കും. നമുക്ക് വചനഭാഗത്തിലേക്ക് വരാം. ഈശോ ഇവിടെ ഒരു 3 സ്നേഹിതന്മാരുടെ കഥ പറയുകയാണ്. നമുക്കൊന്ന് ഇവരുടെ പ്രവർത്തികളിലൂടെ അല്ലെങ്കിൽ ഇവരുടെ വിചാരങ്ങളിലൂടെ ഒന്ന് കടന്നുപോയിക്കൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാം. നമ്മൾ ഇവരിൽ ആരെ പോലെയാണ്, അല്ലെങ്കിൽ ഏത് സ്നേഹിതൻ്റെ സ്വഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഈ വചനഭാഗങ്ങളുടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഈ 3 കഥാപാത്രങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ സൗകര്യത്തിന് അല്ലെങ്കിൽ ആശയക്കുഴപ്പമില്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പേർക്കും ഓരോ പേരുകൾ നൽകാം. അത് 3 സ്നേഹിതന്മാർ. ഒരാൾ യാത്രക്കാരനായ സ്നേഹിതൻ, പിന്നെ ഒരു സ്നേഹിതൻ ഉറങ്ങുന്ന സ്നേഹിതൻ. ഇനി ഇവരുടെ 2 പേരുടെയും ഇടയിൽ അല്ലെങ്കിൽ 2 പേരെയും അറിയുന്ന ഒരു മൂന്നാമതൊരാൾ, അങ്ങനെ മൂന്നാമത്തൊരു സ്നേഹിതൻ. നമുക്ക് ഈ ആദ്യത്തെ സ്നേഹിതൻ അല്ലെങ്കിൽ യാത്രക്കാരനായ സ്നേഹിതൻ്റെ കാര്യം ഒന്നെടുക്കാം. വചനത്തിൽ അത് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലേ? അർദ്ധരാത്രി യാത്രാമധ്യേ വന്നിട്ട് അപ്പം ചോദിക്കുന്ന ഒരു സ്നേഹിതൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ജീവിതത്തിൻ്റെ ഒരു രാത്രി സമയത്ത് മാത്രം അഭയം അല്ലെങ്കിൽ അപ്പം തേടുന്ന മനുഷ്യർ. അവർക്ക് പകലിൻ്റെ സമൃദ്ധിയിൽ അവർക്ക് യാതൊന്നും തന്നെ അല്ലെങ്കിൽ ദൈവത്തെയോ ആരുടെയോ അഭയമോ ആശ്രയമോ ഒന്നും ആവശ്യമില്ല. മറിച്ച് രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ തകർച്ച വരുമ്പോൾ, രോഗം വരുമ്പോൾ, കുടുംബത്തിൽ ബിസിനസ്സിൽ കഷ്ടപ്പാട് വരുമ്പോൾ, സഹനം വരുമ്പോൾ മാത്രം ദൈവത്തെ തേടുന്ന മനുഷ്യർ. നമ്മുടെ വചനത്തിൽ സഭാപ്രസംഗകൻ 12:1 ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ നീ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പകലിൽ നിൻ്റെ യൗവനകാലത്ത്, യൗവനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ യൂത്ത് ഏജ് എന്ന് മാത്രമല്ല, മറിച്ച് നിൻ്റെ സമൃദ്ധിയുടെ നല്ല കാലത്തും നീ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. അല്ലാതെ തകർച്ചയിൽ മാത്രം തേടേണ്ട ഒന്നല്ല ദൈവം. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതെൻ്റെ കഴിവ് കൊണ്ടാണ് ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്, ഈ സമൃദ്ധി അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ട്, എൻ്റെ തലമുറയായിട്ട് കിട്ടിയത്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നു. എന്നാൽ തകർച്ച വരുമ്പോൾ ആ സമയത്തൊന്നും അവർക്ക് ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെയോ നന്മപ്രവൃത്തികളോ ഒന്നും ചെയ്യാൻ സമയമില്ല. മറിച്ച് അവരെല്ലാവരും തന്നെ സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു കൊണ്ടും ആ സമൃദ്ധിയിൽ സുഖസുഷുപ്തിയിൽ മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് യാത്രയാകുന്ന ചില വ്യക്തികൾ. ചിലപ്പോൾ നമ്മളും അക്കൂട്ടത്തിലായിരിക്കാം. ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, ദൈവത്തെയൊക്കെ വളരെ അത്യാവശ്യ കാര്യത്തിന് മാത്രം അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന, ഞായറാഴ്ച മാത്രം എടുത്താണെങ്കിൽ ഒരു ആഭരണം പോലെ ദൈവകാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആയി പോകാറുണ്ട്.
അപ്പോൾ വചനം ഒന്നാമത് അല്ലെങ്കിൽ യാത്രക്കാരനായ സ്നേഹിതൻ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇതാണ്, ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം, ദുഃഖം വരുമ്പോൾ മാത്രം ഈ ദൈവത്തെ തേടുന്ന മനുഷ്യർ. എന്നാൽ ഇയാൾക്ക് ചില ചെറിയ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ ഇയാൾക്കറിയാം, അല്ലെങ്കിൽ എവിടെ നിന്ന് യഥാർത്ഥമായ അപ്പം കിട്ടുന്ന നല്ല സ്നേഹിതർ ഇയാളുടെ ചുറ്റുമുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്നേഹിതൻ. ജീവിതത്തിൽ രാത്രിയിൽ മാത്രം ദൈവത്തെ തേടുന്ന, അല്ലെങ്കിൽ അഭയം തേടുന്ന, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആശ്രയം തേടുന്ന വ്യക്തികൾ. സുഖസമൃദ്ധിയിൽ പകലിൻ്റെ സമൃദ്ധിയിൽ അവർക്ക് ദൈവത്തെയോ ദൈവിക കാര്യങ്ങളോ ആവശ്യമില്ല. ഇനി മറ്റൊരു സ്നേഹിതനെ നാം പരിചയപ്പെടുന്നു, രണ്ടാമത്തെ സ്നേഹിതൻ. അത് ഉറങ്ങുന്ന സ്നേഹിതനാണ് അല്ലേ, നമ്മൾ വചനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വചനത്തിൽ ആദ്യത്തെ വാചകം തന്നെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു. അയാളുടെ വചനം അതാണ്. അയാൾ പറയുന്ന മറുപടി, എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കഥ കടച്ചു കഴിഞ്ഞു. അതായത് എൻ്റെ പരിധി, ഇനി എനിക്കൊന്നും തരാൻ കഴിയില്ല, ഞാൻ എൻ്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ പകല് കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതായത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക്, ആ ദൈവത്തിനായിക്കൊള്ളട്ടെ മനുഷ്യനായിക്കൊള്ളട്ടെ, കൊടുക്കുന്ന കാര്യങ്ങൾക്ക്, നന്മ പ്രവർത്തികൾക്ക് എല്ലാത്തിനും പരിധി വെക്കുന്ന മനുഷ്യർ. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കൊടുക്കാം, എൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇനിയുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. എൻ്റെ മുമ്പിൽ സഹായം അർഹിക്കുന്നതിനായ ഒരുവൻ വന്ന് കണ്ടിട്ടും അത് എൻ്റെ പരിധി കഴിഞ്ഞതിനാൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയേ കൊടുക്കുള്ളൂ എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ദൈവം ദാനമായി നൽകിയ കാര്യങ്ങൾ ദാനമായി കൊടുക്കാതെ എല്ലാം തന്നെ ഒരു പിടിച്ചു വെച്ചുകൊണ്ട് ഒരു പരിധി നിശ്ചയിച്ച് ചെയ്യുന്ന മനുഷ്യർ. അവൻ പറയുകയാണ്, എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കഥ കടച്ചു കഴിഞ്ഞു. അതായത് ജീവിതത്തിൽ ഒരു 2 മൈൽ ഓടുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടുകൊണ്ട് പുറത്തിറങ്ങിയവർ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യവും ദൈവത്തിന് വേണ്ടിയിട്ടോ മനുഷ്യർക്ക് വേണ്ടി ചെയ്യാനായിട്ട് താല്പര്യമില്ല. അത് ഞാൻ ഉറങ്ങുകയാണ്, എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ അതിൽ വിട്ടുപോകും. ഞാനിപ്പോൾ ഇറങ്ങി വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം നിദ്രയിലാണ്, എൻ്റെ ആ ഒരു സുഖം വിട്ടുപോകും, ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഈ ദൈവിക കാര്യത്തിന്, ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ നന്മ പ്രവർത്തിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ കുറേ നഷ്ടങ്ങൾ എനിക്ക് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി സഹിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് മടി കാണിക്കുന്ന, പങ്കുവെക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്ന സഹോദരങ്ങൾ. പിന്നെയും ചെറുതുണ്ട് അവരുടെ ഭാവങ്ങൾ. അവർക്ക് പകല് പറയും, ചിലപ്പോൾ പകലായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു, രാത്രി ആയിപ്പോയില്ലേ. കാരണം രാത്രി ചെയ്ത് കഴിഞ്ഞാൽ ആര് കാണാനാ? പകലായിരുന്നെങ്കിൽ ചിലപ്പോൾ കാണുവാനും കയ്യടി കാണുവാനും അല്ലെങ്കിൽ കയ്യടിക്കുവാനൊക്കെ ആളുകളുണ്ടാകുമായിരുന്നു. രാത്രിയാകുമ്പോൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ ആര് കാണാനാ? അപ്പോൾ മറ്റുള്ളവർ കാണുകയെ മാത്രം ചെയ്യുവാൻ ചിലപ്പോൾ ഇവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ അവർ ഹൃദയത്തിൽ ആത്മാർത്ഥത്തോടു കൂടിയല്ല, മറിച്ച് ആ ഒരു കരമടി അല്ലെങ്കിൽ കയ്യടി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പകൽ മാത്രം ചെയ്യാം. രാത്രിയാകുമ്പോൾ ആരും കാണാതെ ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഒരു മനുഷ്യന് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് പരിധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൾക്കാർ കാണുകയെ മാത്രം ഈ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന മനുഷ്യർ. വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 1 മുതൽ 4 വരെ ഇങ്ങനെ അവരെ പറ്റി ഓർമ്മിപ്പിക്കുന്നു: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. കണ്ടോ? അപ്പോൾ മറ്റുള്ളവർ കാണുക ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം വേണമോ ദൈവിക കാര്യങ്ങൾക്ക് ഏർപ്പെടുമ്പോൾ, അത് നിങ്ങൾ ആരും കാണാതെ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും നല്ലവനായ ഒരു ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ദൈവപുത്രനായ ഈശോ ഒരുപാട് അത്ഭുതങ്ങളും നന്മകളും ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. എന്നാൽ അവൻ ചെന്നിടത്തെല്ലാം ആളുകൾ അവനെ തിരസ്കരിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്ന ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ എന്നെ ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ലല്ലോ, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നല്ലവനായ ബിഷപ്പ് പറയുകയാണ്. അതായത് ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുന്നില്ല, മറിച്ച് ആളുകൾ കാണുകെ ചെയ്യാൻ വേണ്ടി മാത്രം ആളുകൾ കാണുകെ ചെയ്യുന്നതായി മാത്രം നമ്മുടെ നന്മ പ്രവർത്തികൾ മാറുന്നു. ഈശോവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ഓർക്കാം. അതായത് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ജയറോസ് വിളിക്കുമ്പോൾ ജയറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോ കടന്നു പോകുന്നു. അപ്പോൾ ഈശോ ഒരു പരിധിയും നന്മ പ്രവർത്തികൾ വെക്കുന്നില്ല. ആര് എപ്പോൾ അവനെ വിളിച്ചാലും ഈശോ അവൻ്റെ കൂടെ പോവുകയാണ്. ദുഃഖിക്കുവാനും അവൻ്റെ കൂടെ കരയുവാനും
അവൻ്റെ കൂടെ സന്തോഷിക്കുവാനും എല്ലാത്തിലും ഈശോ ഒരു പരിധിയും വെക്കാതെ കടന്നു പോകുന്നു. അതുപോലെ ഇങ്ങനെ ഹൃദയത്തിൽ ആത്മാർത്ഥതയില്ലാതെ അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവസ്നേഹമില്ലാതെ ആളുകൾ കാണുക മാത്രം നന്മ പ്രവർത്തികൾ ചെയ്യുന്ന, ആ പേരിന് വേണ്ടി മാത്രം നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, ഇവർക്കൊരു ഫരിസേയ മനോഭാവമുണ്ട്. അത് വചനത്തിൽ ഇങ്ങനെ ലൂക്കാ സുവിശേഷത്തിൽ 11-ാം അധ്യായം 42 വചനങ്ങളിൽ ഇങ്ങനെ, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെ ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അതായത് നിങ്ങൾ ചെയ്യുന്ന ആ നന്മ പ്രവർത്തികൾ കളയാതെ തന്നെ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതായത് ദൈവത്തിൻ്റെ നീതിയും സ്നേഹം നമുക്കറിയാം. ദൈവനീതി എന്ന് പറയുമ്പോൾ അത് 2 തരം നീതിയുണ്ട് അല്ലേ? ഒന്ന് മനുഷ്യനീതിയുണ്ട്, ദൈവനീതിയുമുണ്ട്. മനുഷ്യനീതി നമുക്കറിയാം, അർഹിക്കുന്നത് നൽകുന്നതാണ് മനുഷ്യനീതി. അതായത് ഇപ്പോൾ ഒരാളെ നമ്മൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു 500 രൂപ നമ്മൾ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ 500 രൂപ അയാളുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ കൊടുക്കുന്നതാണ് മനുഷ്യനീതി. അപ്പോൾ സ്വാഭാവികമായും ദൈവനീതി എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് നൽകുന്നതാണ് അല്ലേ? അർഹിക്കാത്ത നമുക്ക് ദൈവത്തെ സ്വന്തം പുത്രനെ പോലും നൽകിക്കൊണ്ട് സ്നേഹിച്ച ദൈവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അർഹിക്കാത്തതായിട്ട് കൂടി നൽകുന്നതാണ് ആ ദൈവത്തിൻ്റെ നീതി. അതുപോലെ സ്നേഹം, സ്വപുത്രനെ പോലെ നമുക്ക് വേണ്ടി നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് മുഴുവനും കൊടുത്തുകൊണ്ടാണ് ദൈവം സ്നേഹിക്കുന്നത്, അർഹിക്കാത്തത് നൽകിക്കൊണ്ട്. അതാണ് ദൈവനീതി. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ പോലും നൽകിക്കൊണ്ട്. അപ്പോൾ മുഴുവനും നൽകി നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മാതൃകയായിരുന്നു നിങ്ങൾ പിന്തുടരേണ്ടതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ? സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കായി നൽകിയവൻ അവനോടൊപ്പം സമസ്തവും, നിൻ്റെ കൂടെയുള്ളതും ഈ ലോകത്തുള്ള സകല കാര്യങ്ങൾ നിനക്ക് തരാതിരിക്കുമോ? അതായത് കൊടുത്താൽ, നീ പങ്കുവെച്ചാൽ നിൻ്റെ കയ്യിൽ തീർന്നു പോവുകയില്ല എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സമസ്തവും നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. നിനക്കെല്ലാം ദാനമായി നൽകിയിരിക്കുന്നു. എന്നാൽ ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല നമ്മളിത് നേടിയിരിക്കുന്നത്. എന്ത് നമുക്കുണ്ടോ, സമ്പത്തായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ എന്തുമായിക്കൊള്ളട്ടെ, കഴിവുകളായിക്കൊള്ളട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ അതെല്ലാം ദാനമായി തന്നെ കൊടുക്കും തോറും ഇരട്ടിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം, സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ നീ എന്തോരം കൊടുത്തോളൂ, അത്രത്തോളം ദൈവം നിനക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് നൽകിക്കൊള്ളും. ഈ ദശാംശം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരിക്കൽ പ്രശസ്ത എഴുത്തുകാരൻ കൂടിയായ കപ്പൂച്ചിൻ വൈദികനായ ബോബി ജോസ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അച്ഛനോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു, അച്ഛൻ പുതിയ നിയമത്തിൽ ദശാംശത്തെ പറ്റി അല്ലെങ്കിൽ കൊടുക്കുന്നതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ലല്ലോ ദശാംശത്തിൻ്റെ കഥ. അച്ഛൻ പറയുക, പഴയ നിയമമാണ് ഈ 10% കാര്യം പറഞ്ഞു തുടങ്ങുന്നത്, ദശാംശത്തിൻ്റെ കാര്യം പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ പറയുകയാണ്, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുമ്പോൾ 2 മൈൽ നടക്കുക. അതായത് 50% ഈശോ തുടക്കത്തിൽ തന്നെ ഉയർത്തുകയാണ്. 10 പഴയ നിയമത്തിൽ കിടന്നത് 50% എന്നിട്ടോ കാൽവരിയിൽ സ്വന്തം ജീവൻ പോലും നമുക്ക് നൽകിക്കൊണ്ട് അത് 100% ഉയർത്തിക്കൊണ്ട് കർത്താവ് നമുക്കൊരു മാതൃക കാണിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മാതൃക, ക്രിസ്തുവിൻ്റെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇത് 100%. അപ്പോൾ 10% ദശാംശങ്ങളൊക്കെ പഴങ്കഥയാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പോൾ ഉറങ്ങുന്ന സ്നേഹിതൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, നന്മ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് പരിധി വെക്കുന്നവൻ, ദൈവം ദാനമായി നൽകിയതൊന്നും പങ്കുവെക്കുവാനായിട്ട് പറ്റാതെ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വെച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതിൻ്റെ അപ്പുറത്ത് ഈ കംഫർട്ട് സോൺ വിട്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറയുന്ന മനുഷ്യൻ. പിന്നീടാണ് 3ാമത്തെ സ്നേഹിതൻ്റെ കാര്യം നമ്മൾ എടുക്കുന്നത്. അതായത് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നും എൻ്റെ മുന്നിലിരിക്കുന്നവൻ്റെ മിഴികളിൽ നോക്കിക്കൊണ്ട് ഇവന് അപ്പം ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കുന്നവനാണ് ഈ 3ാമത്തെ ശിഷ്യൻ. വചനത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമേ പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. അതായത് ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അതായത് ഈ നിങ്ങൾ എന്ന് പറയുന്ന ശിഷ്യന്മാരോട് കൂടിയാണ്, ശിഷ്യന്മാരെ നോക്കിക്കൊണ്ടാണ് ഈശോ പറയുന്നത്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സ്നേഹിതന്മാരെയും ഇടക്കുള്ള, യാത്രക്കാരനായ സ്നേഹിതൻ്റെയും ഉറങ്ങുന്നവൻ്റെ ഇടക്കുള്ള ആ മൂന്നാമത്തെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യനാണ്. അവൻ്റെ കാര്യമാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ ഒരുവനൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അതായത് ഒരുവനെ നോക്കിക്കൊണ്ട് തൻ്റെ മുമ്പിൽ വരുന്നവന്, തൻ്റെ അടുക്കലേക്ക് വരുന്നവന് അപ്പം ആവശ്യമുണ്ടെന്ന് അറിയുകയും അവന് വേണ്ടി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചു കൊടുക്കുവാനായിട്ട് അർദ്ധരാത്രി പോലും നോക്കാതെ ഓടുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അപ്പോൾ ആ ക്രിസ്തു ശിഷ്യൻ്റെ ഏതാനും പ്രത്യേകതകൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വചനഭാഗങ്ങൾ നമുക്കിന്ന് അവസാനിപ്പിക്കാം. അർദ്ധരാത്രി വരുമ്പോഴും സഹായിക്കാൻ തയ്യാറാകുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അതായത് ജീവിതത്തിൻ്റെ ഏത് സമയത്തായിക്കൊള്ളട്ടെ, അവൻ്റെ കഷ്ടപ്പാടോ അവൻ്റെ കംഫർട്ട് സോണോ ഒന്നും നോക്കാതെ മുന്നിൽ വരുന്നവന് അവൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട്, അവന് ദൈവത്തെ ആവശ്യമുണ്ട്, അവന് ആശ്വാസം ആവശ്യമുണ്ട്, അവന് സ്നേഹം ആവശ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അത് കൊടുക്കുവാനായിട്ട്, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നവനാണ് ഈ ശിഷ്യൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ, ഈ മൂന്നാമത്തെ സ്നേഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവനോട് പറയുന്നില്ല പോയിട്ട് പകല് വാ എന്ന് പറഞ്ഞിട്ട് അവനെ മടക്കി അയക്കുന്നില്ല, മറിച്ച് അവനെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് വീട്ടിലിരുത്തിക്കൊണ്ട് ഇവൻ ഓടുകയാണ് അവൻ അപ്പം മേടിച്ചു കൊടുക്കുന്നതിനായിട്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ശിഷ്യൻ ചെന്നുകൊണ്ട്, അതായത് ഈ സ്നേഹിതൻ ചെന്നുകൊണ്ട് ഉറങ്ങുന്ന സ്നേഹിതനോട് പറയുന്ന വചനം നമുക്ക് കേൾക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വായ്പ തരണം, 3 അപ്പം എനിക്ക് വായ്പ തരണം. കാരണം ഇവൻ അപ്പം വായ്പയായിട്ടാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു യഥാർത്ഥ ശിഷ്യനുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വായ്പയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. നമുക്കറിയാം വായ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന, മറ്റൊരാൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, നമ്മൾ വായ്പ ലഭിക്കുന്നവരോട് പറയും, ഇത് ഞാൻ നിനക്ക് വേണ്ടി വേറൊരു സ്ഥലത്തുനിന്ന് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തരികയാണ്, നീ ഇത് മുടങ്ങാതെ തിരിച്ചടച്ചു കൊള്ളണം. അപ്പോൾ തിരിച്ചടവിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കും, ഇത് തിരിച്ചടക്കാറായട്ടോ, അടച്ചില്ലെങ്കിൽ എനിക്കാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിന് ഉത്തരവാദിത്വം നിന്നിരിക്കുന്നത്, ഞാനാണ് ഇതിന് ഗ്യാരണ്ടി നിന്നിരിക്കുന്നത്, നീ അതുകൊണ്ട് സമയങ്ങൾ അടക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സഹായവും നന്മ പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികൾ ഒഴുകുമ്പോൾ, മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം, അവർ അത് തിരിച്ച് ദൈവത്തിനായിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർ തിരികെ ദൈവത്തിനായി കൊടുക്കുന്നുണ്ടെന്ന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരും ഓർക്കണം, ചാരിറ്റി ചെയ്യുന്നവരും ഓർക്കണം. ഏത് നന്മ പ്രവർത്തികളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അപ്പോഴാണ് നമ്മൾ പണ്ട് നാടുകളിലേക്ക് മണി ഓർഡർ അയക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ ഒരാൾക്ക് നമ്മൾ മണി ഓർഡർ അയച്ചു കഴിയുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് കോപ്പി വരും. പണ്ട് കാലങ്ങളിൽ മലയാളങ്ങളിലൊക്കെ എഴുതി പോലെ കിട്ടി, സന്തോഷം ബോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം സ്വർഗം നിനക്ക് ഈ ഒരു സമ്മാനം നൽകി. എങ്ങനെ? ഈ നിന്നിലൂടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ ആ ഒരു നന്മ, സഹായം അല്ലെങ്കിൽ കാരുണ്യമൊക്കെ ആ ലഭിച്ച വ്യക്തി ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ആദ്യ അളവിലൊക്കെ തിരിച്ച് ചുറ്റും ദൈവത്തിനായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ സ്വർഗം നിനക്ക് ഒരു സമ്മാനം നൽകും. അപ്പോൾ അങ്ങനെ കിട്ടുവാനായിട്ട് പരിശ്രമിക്കുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യേണ്ടത്. പിന്നെ ശിഷ്യനുള്ള പ്രത്യേകത ഏതാണ്? ഭയങ്കര ദൈവാശ്രയ ബോധമുണ്ട്. അതായത് മുമ്പിൽ വരുന്നവന് നൽകുന്ന ഞാനല്ല എന്ന് ഇവനറിയാം. അവൻ്റെ കയ്യിൽ നിന്നല്ല അവൻ കൊടുക്കുന്നത്, അവൻ ഉള്ളിടത്തേക്ക് തേടിപ്പോയിട്ട് അവനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, എനിക്കറിയാം എവിടെ അപ്പമുണ്ടെന്ന്, ഞാൻ നിനക്ക് മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവനാണ്. അതല്ലാതെ വരുന്നവനെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് നടത്തുന്നവനല്ല ശിഷ്യൻ. എന്തുണ്ടെങ്കിലും, ഞാനൊരിക്കലും ഡാനിയൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ. അച്ഛൻ പറയുക, ആത്മാവ് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടായിരിക്കെ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ തരാതെ എനിക്കിതൊന്നും കൊടുക്കുവാൻ സാധിക്കില്ല. ആ ദൈവാശ്രയ ബോധം, നമ്മുടെ മുമ്പിലിരിക്കുന്നവന് ഒരു നന്മയും ഒരു സന്തോഷവും ആശ്വാസവും കൊടുക്കുമ്പോൾ ദൈവത്തോട് പറയുക, അപ്പാ നീ തരാതെ ഈ സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ സാധിക്കത്തില്ല, നീ തരാതെ എനിക്ക് നന്മ പങ്കുവെക്കാൻ സാധിക്കത്തില്ല, നീ തരാതെ എനിക്ക് ഇവൻ്റെ ജീവിതത്തിൽ, നീ ഇടപെടാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു ദൈവാശ്രയ ബോധമുള്ളവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. അവൻ മേടിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന്, അപ്പനിൽ നിന്നാണ് അവനിതെല്ലാം ചുറ്റുമുള്ളവർക്ക് മേടിച്ചു കൊടുക്കുന്നത്. ഞാനീ പറയുന്നത് കേവലം പണം നൽകുന്നൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. കാരണം നമുക്കറിയാം, സുവിശേഷത്തിൽ ഒരിക്കലും തന്നെ
ഒരാളുടെയും ജീവിതത്തിൽ ഈശോ പണം കൊടുത്തുകൊണ്ട് മാത്രം ഒരുത്തനെ രക്ഷപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് സൗഖ്യമായിട്ട്, ജീവനായിട്ട്, സുഖമായിട്ട്, ആശ്വാസമായിട്ടൊക്കെയാണ് ക്രിസ്തു ഞാനീ പറയുന്നത്, ഞാൻ പറഞ്ഞ നമ്മൾ സഹായം എന്ന് പറയുന്നത് എപ്പോഴും പൈസ മാത്രമാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, തകർന്നവൻ്റെ ജീവിതത്തിൽ അവന് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ ഒഴുക്കുവാൻ നമ്മൾ കാരണമാകുമ്പോൾ അതൊക്കെയാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവനെ നേടുക, അവനായിരിക്കും തകർച്ചയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് അവൻ അടുപ്പിക്കുക, കൂട്ടിക്കൊണ്ടുവരിക, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്കൊരു അടിയുറച്ച ദൈവാശ്രയ ബോധം ഉണ്ടായിരിക്കണം. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് ഈ ദൈവാശ്രയ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും, നീ എത്ര സമ്പന്നനായാലും, അല്ലെങ്കിൽ നീ ഒരുപാട് സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിലും, രോഗശാന്തി വരങ്ങളോ പ്രവചന വരങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, മുമ്പിലിരിക്കുന്നവൻ ഒരിക്കലും തോന്നരുത് ഇത് നിൻ്റെ കയ്യിൽ നിന്നാണ് തരുന്നതെന്ന്. മറിച്ച് നിൻ്റെയും എൻ്റെയും അപ്പനായ ദൈവത്തിൽ നിന്ന് മേടിച്ച് തരുന്നതാണെന്നുള്ളൊരു ഒരു ബോധ്യം അവന് ലഭിക്കുന്നതിനുണ്ടായിരിക്കാനായിട്ട് ക്രിസ്തു ശിഷ്യൻ എന്നും ശ്രമിക്കണം. ഇനി അടുത്തൊരു പ്രത്യേകത, അവൻ ഇങ്ങനെ വീട്ടിലേക്ക് സുഹൃത്ത് വരുമ്പോൾ അവൻ ഓടുകയാണ് ഉറങ്ങുന്നവൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ മറ്റു സ്നേഹിതൻ്റെ ഇത് മേടിച്ചു കൊടുക്കാൻ. അവൻ നേരിട്ട് പോയിട്ട് പറയുകയാണ്. അല്ലാതെ വീട്ടിലൊരാൾ വന്നപ്പോൾ, അല്ലെങ്കിൽ തകർന്നവൻ വന്നപ്പോൾ വേറൊരാളെ പറഞ്ഞു വിടുന്നില്ല പോയിട്ട് മേടിച്ചു കൊണ്ടുവന്ന്. അവൻ്റെ അറിയാവുന്ന സ്നേഹിതൻ്റെ അടുത്തേക്ക് അവൻ ഓടുകയാണ്. അപ്പോൾ നേരിട്ട് പോയി പറയുന്ന ഒരു സ്വഭാവം നാം ശീലിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പനുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. തരുന്നവനുമായിട്ട്, ദൈവാശ്രയ ബോധമുള്ളവൻ തരുന്നവനുമായിട്ട്, അപ്പനുമായിട്ട് നേരിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കേണ്ടതുപോലെ ഉണ്ടായിരിക്കേണ്ടവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്തു തന്നെയാണ് റെഫറൻസ് പോയിന്റ് നമ്മുടെ. ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയല്ലേ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. അത് ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും പറയുന്നുണ്ട്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അത്രമാത്രം ഉറപ്പ് അപ്പനെ പറ്റി നമുക്കുണ്ടായിരിക്കണം, ദൈവപിതാവിനെ പറ്റി നമുക്കുണ്ടായിരിക്കണം, ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കണം. അതായത് ഞാൻ പോയി പറഞ്ഞാൽ എൻ്റെ അപ്പൻ കേൾക്കുമെന്ന് ഒരു ബന്ധമുണ്ടായിരിക്കണം. എൻ്റെ അപ്പനല്ലേ, എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും. എൻ്റെ അപ്പനല്ലേ, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളൊരു ബോധ്യം ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്വഭാവം, നേരിട്ട് പോയി പറയുന്നൊരു സ്വഭാവമുള്ളവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തെ നിർബന്ധിക്കാനാവണം. ഇവൻ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ നൽകുകയില്ല എങ്കിലും നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ, പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, വീട്ടിലിരിക്കുന്നവൻ്റെ വിശപ്പ് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കണം. അപ്പാ നീ കൊടുക്കാതെ അവൻ്റെ വിശപ്പ് മാറുകയില്ല. അപ്പാ നീ നൽകാതെ അവനൊന്നും ഉണ്ടാകുകയില്ല. നീ തരണമെന്ന് നിർബന്ധിക്കാനാവണം. നിൻ്റെ അപ്പനോടുള്ള നിർബന്ധ നിമിത്തം ആ കാര്യത്തിൽ ദൈവം ഇടപെടാനായിട്ടുള്ളൊരു കൃപ നീ ആർജിച്ചെടുക്കണം. അങ്ങനെയുള്ളവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തെ നിർബന്ധിക്കാനാവണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെപ്പറ്റി പറയുന്ന ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരു യാചകൻ തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയെന്ന് വേറൊരു യാചകനോട് പറയുന്നതാണ് സുവിശേഷമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു യാചകൻ തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയെന്ന് വേറൊരു യാചകനോട് പറയുന്നതാണ് സുവിശേഷം. ക്രിസ്തു ശിഷ്യൻ അപ്രകാരമാണ്. അവൻ തന്നെയും യാചകനാണ്. അവനൊന്നും ഓർമ്മയുണ്ട്, ഞാൻ യാചിച്ച് അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നതാണ്. അത് പോയിട്ട് വേറൊരു യാചകനോട് പറയുക, ഞാൻ ഇന്നയിടത്തു നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്, എൻ്റെ അപ്പനിൽ നിന്നാണ് ഞാനത് മേടിച്ച് നൽകുന്നു പറയുന്നതാണ് സുവിശേഷം. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ, അതായത് ഉറങ്ങുന്നവൻ്റെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവൻ്റെയും ഇടയിൽ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ജീവിതം ഹോമിക്കുന്നവനാണ് ഈ മൂന്നാമത്തെ ശിഷ്യൻ, ക്രിസ്തു ശിഷ്യൻ. മത്തായി ഇങ്ങനെയുള്ളവരെ നോക്കി മത്തായിയുടെ സുവിശേഷം 25:35 പറയുന്നുണ്ട്. ഈശോ പറയുന്നു, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി അവകാശപ്പെട്ടിരുന്ന രാജ്യം നിങ്ങൾ കരസ്ഥമാക്കുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ്റെ പ്രത്യേകതകളാണിത്. സ്വന്തം സുഖം നോക്കാതെ, കംഫർട്ട് സോൺ വിട്ടിറങ്ങിക്കൊണ്ട്, മുന്നിലിരിക്കുന്നവൻ്റെ മിഴികളിൽ നോക്കി അവന് അപ്പം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുവാനായിട്ട് ആ ദൈവത്തിന് ഇവൻ്റെ ഇടയിൽ കിടന്ന് ഓടുന്ന ജീവിതം ഹോമിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവരാജ്യത്തിൽ രാജ്യം കരസ്ഥമാക്കാൻ അവരെയാണ് ക്രിസ്തു വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കുകയാണ്,
ഇത് ക്രിസ്തു ശിഷ്യൻ്റെ കഥയാണ്. ഈ 3 സ്നേഹിതന്മാരിൽ നാം എവിടെ നിൽക്കുന്നു നമുക്ക് ഈ ദിവസം ചിന്തിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ പരിപൂർണരാക്കുവാനായിട്ട് ഈ ചിന്താശകലങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം ദൈവത്തെ തേടുന്നവനാണോ? ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പരിധി വെക്കുന്നവനാണോ? പകൽ മാത്രം അല്ലെങ്കിൽ ആളുകൾ കാണുകയും മാത്രം ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണോ? അതോ ക്രിസ്തു ശിഷ്യനെ പോലെ ദൈവാശ്രയ ബോധത്തോടുകൂടി മുന്നിൽ വരുന്നവനെ എല്ലാം ചെയ്തു കൊടുക്കുവാനായിട്ട് ക്രിസ്തുവിനെ പോലെ ഓടുന്നവനാണോ എന്ന് നമുക്ക് ഈ ദിവസങ്ങൾ ഈ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം. എനിക്ക് ചിന്തിക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങളെ കൂടുതൽ വിശുദ്ധരായ നിങ്ങളെ കൂടുതൽ പരിപൂർണരാക്കുവാനായിട്ട് ഈ വചനഭാഗങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു നിങ്ങളെയും എന്നെയും ഏറ്റവും സമൃദ്ധമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ